നമസ്തേ. നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ-ഹോസ്റ്റ് മധുസൂദനൻ ടി.പി. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം മധുസൂദനൻ, ഒരു രാഷ്ട്രീയ നേതാവിനെ പരസ്യമായിട്ട് തൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന നേതാവ് പരസ്യമായിട്ട് താക്കീത് ചെയ്യുന്നതോ ചീത്ത പറയുന്നതോ ചിലപ്പോൾ ഭയങ്കര ഒരു തിരിച്ചടി ഉണ്ടാക്കിയേക്കാം. അതായത് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, 80കളുടെ അവസാനത്തിൽ ആന്ധ്ര മുഖ്യമന്ത്രി ആയിരുന്ന അഞ്ജയ്യ അന്ന് ഭയങ്കര കാര്യമായിട്ട് രാജീവ് ഗാന്ധിയെ സ്വീകരിക്കാൻ വേണ്ടി ഹൈദരാബാദ് എയർപോർട്ടിൽ ഭയങ്കര തോരണങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഭയങ്കര എന്തോ ഒരു പ്രത്യേക ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് രാജീവ് ഗാന്ധി പോകേണ്ടത്. രാജീവ് ഗാന്ധി അന്ന് എന്തോ നല്ല മൂഡിലായിരുന്നില്ല. അങ്ങേർക്ക് ഇറങ്ങി ഇങ്ങേര് എല്ലാവരും ഭയങ്കര വണങ്ങലും കാല് തൊടാനുള്ള ശ്രമമൊക്കെ ആയപ്പോൾ അയാൾ പൊട്ടിത്തെറിച്ചു. പത്രക്കാരുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് അഞ്ജയ്യ ചീത്ത പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവാൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു പോവാണെന്ന് പറഞ്ഞിട്ട് പാവം അഞ്ജയ്യ അവസാനം പേടിച്ച് ആകപ്പാടെ ടെൻഷനെല്ലാം കൂടി കരയാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും രാജീവ് ഗാന്ധി തൻ്റെ നിലപാടിൽ മാറ്റമില്ല. അഞ്ജയ്യ പിന്നീട് ഈ സങ്കടമൊക്കെ കണ്ട് രാജീവ് ഗാന്ധിയോട് വേറെ ചില ആൾക്കാർ, അവിടെ പാർട്ടിക്കാർ തന്നെ അപേക്ഷിച്ചിട്ട് അവസാനം അയാളുടെ പര്യടനമായിട്ട് മുന്നോട്ട് പോയി. അതിനുശേഷമാണ് തെലുഗു ഗൗരവം എന്ന് പറഞ്ഞിട്ട് ആ സംഗതി NTR ശരിക്കും മുതലാക്കിയിട്ട് ഒരു വലിയൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ട് അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച് മുഖ്യമന്ത്രി. പിന്നെ അതിനുശേഷം കോൺഗ്രസ് ഇന്ന് വരെ ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് അവിഭക്ത ആന്ധ്രയായിരുന്നു. ഇന്നിപ്പോൾ ആന്ധ്രയിലാണെങ്കിലും കോൺഗ്രസിന്റെ കാര്യം വളരെ മോശം തന്നെയാണ്. അപ്പൊ ഇന്ന് ആ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അത്ര ഭയങ്കര അല്ലെങ്കിലും ഇന്ന് ചന്ദ്രബാബു നായിഡുവിന്റെ സ്വെയറിംഗ് ഇൻ സെറമണിക്ക് എല്ലാവരും വന്ന സ്റ്റേജിൽ വെച്ചിട്ട് മുൻ തമിഴ്നാട് BJP പ്രസിഡന്റും മുൻ പോണ്ടിച്ചേരി തെലങ്കാന ഗവർണറുമായ ശ്രീമതി തമിഴിസൈ സൗന്ദരരാജൻ ആദ്യം ശ്രീ വെങ്കയ്യ നായിഡുവിനെ വണങ്ങി, അത് കഴിഞ്ഞ് അമിത്ഷായെ വണങ്ങി അങ്ങോട്ട് JP നഡ്ഡയെ വണങ്ങാൻ വേണ്ടി നീങ്ങുമ്പോഴേക്കും അമിത്ഷാ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ സദസ്സിന്റെ മുന്നിൽ വെച്ച് കേൾക്കാൻ പറ്റുന്നില്ല, കാരണം ഹൈ സെക്യൂരിറ്റി സ്റ്റേജ് ആയതുകൊണ്ട് സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം എന്തോ കാര്യമായി കർക്കശമായിട്ട് എന്തോ അവരോട് പറഞ്ഞു. അതായത് വിരൽ ചൂണ്ടിയിട്ടാണ് അമിത്ഷാ സംസാരിച്ചത്. അയാൾ മുഖമൊക്കെ ആകെ തുടുത്തിരുന്നു, വളരെ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു. ഇവരെന്തോ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കി, പക്ഷെ അയാൾ അത് കേൾക്കാനുള്ള ഒരു മൂഡിലായിരുന്നില്ല. വീണ്ടും എന്തോ പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞയച്ചു. അപ്പൊ ഇതിന്റെ പിന്നാമ്പുറം വായിക്കുകയാണെങ്കിൽ നമ്മുടെ തമിഴ്നാട് ഇലക്ഷനിൽ ഇപ്രാവശ്യം BJP AIADMK ഇല്ലാതെ PMK മാത്രം ഉള്ള ഒരു സഖ്യവുമായിട്ടാണ് ഇലക്ഷൻ ഫൈറ്റ് ചെയ്തത്. അതൊരു ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നെങ്കിലും അണ്ണാമലയുടെ ആ തീരുമാനത്തോട് കേന്ദ്ര നേതൃത്വം ചോദിച്ച് BJPയുടെ യഥാർത്ഥ ശക്തി അറിയാം എന്നുള്ളൊരു ധാരണയിലാണ് അങ്ങനൊരു തീരുമാനം എടുത്തത്. അതിന്റെ ഭാഗമായിട്ട് തമിഴിസൈ സൗന്ദരരാജൻ തൻ്റെ ഗവർണർ പദവി വേണ്ടാന്ന് വെച്ചിട്ട് ചെന്നൈയിൽ വന്നിട്ട് ഇലക്ഷൻ മത്സരിച്ചു. അവര് ഏകദേശം ഒരു 3 ലക്ഷത്തിന്റെ അടുത്ത് വോട്ട് പിടിച്ചു. പക്ഷെ പരാജയം ഒരു 2.25 ലക്ഷം വോട്ടിനായിരുന്നു DMKയോട്. അതുവരെ അതൊക്കെ നടന്ന സംഗതി. അപ്പൊ അന്ന് എല്ലാവരും അണ്ണാമലൈ അതിനു മുമ്പ് അണ്ണാമലൈ തമിഴ്നാട് മുഴുവൻ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയും കവർ ചെയ്ത പദയാത്ര, അത് ശരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇവിടുത്തെ ജനങ്ങളെ ഇളക്കി മറിച്ചൊരു സംഗതിയായിരുന്നു. അത് ഭയങ്കര ഗംഭീരമായ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് BJP കഴിഞ്ഞ പ്രാവശ്യം 5% താഴെ വോട്ടുണ്ടായിരുന്ന BJP 11% മുകളിൽ ഇപ്രാവശ്യം വോട്ട് പിടിച്ചു, 11.5. AIADMKയുടെ വോട്ട് ഷെയർ ശരിക്കും പറയുകയാണെങ്കിൽ കുറഞ്ഞു. അതായത് ടോട്ടൽ വോട്ട് ഷെയർ കുറഞ്ഞില്ല, പക്ഷെ ചില ഭാഗങ്ങളിൽ AIADMK കഷ്ടിച്ച് വളരെ ചെറിയ തോതിൽ, അതായത് ഒരു DMK ഭരണമുണ്ട്, അതിൽ ചില അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉണ്ട്, എന്നിട്ട് പോലും AIADMKക്ക് തങ്ങളുടെ വോട്ട് ശതമാനം ഒരു 0.25 ഒറ്റ കൂട്ടാൻ പറ്റിയിട്ടുണ്ട്.
ആ സീറ്റാക്കാം. അപ്പോ ഇലക്ഷൻ കഴിഞ്ഞ പറയും. അല്ല ഞാൻ അത് സീറ്റാക്കാൻ വേണ്ടി സാധിച്ചില്ല. അതെ വെറും അതെ ശതമാനത്തിൽ അങ്ങനെ അപ്പോ DMK 39 സീറ്റ് തമിഴ്നാട്ടിലും 1 സീറ്റ് പോണ്ടിച്ചേരിയിലും തൂത്തുവാരി. പക്ഷെ ഏറ്റവും രസം എന്തായിരുന്നു വെച്ചാല് ഏകദേശം DMK ഉൾപ്പെടുന്ന NDA തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലുമായിട്ട് 13 ഇടങ്ങളിൽ അവർ 2ാം സ്ഥാനത്തായിരുന്നു. ഓർക്കണം, ഇത് ലോക്സഭാ ഇലക്ഷനാണ്. പിന്നെ ശരിയാണ്, വോട്ട് എല്ലാവരുടെയും 1 ലക്ഷത്തിന് മുകളിൽ ഒക്കെയാണ്. അണ്ണാമലൈ മാത്രമാണ് ഏകദേശം ഒരു 10,70,000 വോട്ടിന് എന്തോ മാത്രം തോറ്റത്. ബാക്കി എല്ലാവരുടെയും നല്ല ഇത് തന്നെയായിരുന്നു. ബാക്കി എല്ലാവരുടെയും മാർജിനൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ തിരുനെല്വേലിയിലാണെങ്കിൽ 1,65,000 വോട്ടിനാണ് ഈ നയനാർ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ മുൻ ADMK മന്ത്രി BJPയിലേക്ക് വന്ന് അവിടെ കണ്ടസ്റ്റ് ചെയ്ത് നല്ലൊരു ഫൈറ്റ്. പിന്നെ അതുകൂടാതെ പൊൻ രാധാകൃഷ്ണൻജി നല്ല കുറെ അധികം വോട്ട് പിടിച്ചു. അതുപോലെ തന്നെ വേറെ ചില കോൺസ്റ്റിറ്റ്യുവൻസിയിലെല്ലാം അവർ നന്നായിട്ട് കന്യാകുമാരി അതെ അദ്ദേഹം അവിടെ 2ാമത് വന്നു. പക്ഷെ മറ്റവരടുത്ത് തോറ്റു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ വോട്ട് നിലയെടുക്കുകയാണെങ്കിൽ ടോട്ടൽ വോട്ടാണ് ഞാൻ പറയുന്നത്. DMK ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ ശരിക്കും നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുമല്ലോ. അതിൽ ശരിക്കും DMKയുടെ വോട്ട് ശതമാനം 43, DMK ഒറ്റയ്ക്കല്ല, DMK പ്ലസ് വോട്ട് ശതമാനം 43.41% മുതൽ 49.7% DMKയുടെ. നല്ല പെർഫോമൻസ്. AIDMK അപ്പോഴേക്കും 15.8 മുതൽ 27.8, അതായത് പടിഞ്ഞാറ് മറ്റേ തമിഴ്നാട്ടില് 27, അതായത് കോയമ്പത്തൂരൊക്കെ വരുന്ന ആ ഭാഗത്ത് 27.8%. BJP 12.6% മുതൽ 22.4%. 22.4% കിട്ടിയത് ശരിക്ക് വളരെ രസമായിട്ടുള്ള കാര്യം സൗത്ത് തമിഴ്നാട്ടിലാണ്. അതായത് കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന ആ തിരുനെല്വേലിയൊക്കെ വരുന്ന ആ കന്യാകുമാരി അവിടെ വരുന്ന ആ സൗത്ത് തമിഴ്നാട്ടിലാണ് BJPക്ക് ഇത് കിട്ടിയത് വോട്ട്. അപ്പൊ അങ്ങനെയാണ് ആവറേജ് 11 പോയിന്റ് സംതിങ് വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതില് കോയമ്പത്തൂരിൽ അണ്ണാമലൈ 4 ലക്ഷം വോട്ട് പിടിച്ചു. 4 ലക്ഷം വോട്ട്. അതായത് DMKയും AIDMKയും തമ്മിൽ അവിടെ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. നല്ല പെർഫോമൻസ്. പിന്നെ അതുപോലെ തന്നെ ഈ പോണ്ടിച്ചേരിയിൽ ഈ പറഞ്ഞ മാതിരി 1,00,000 ചില്ലാനം വോട്ടിനാണ് പിന്നിൽ വരുന്നത്. പക്ഷെ BJP അതിന് മുമ്പ് ഇല്ലാത്ത രീതിയിൽ നല്ല മുന്നേറ്റം അവിടെയും കാഴ്ചവെച്ചു. അപ്പൊ എങ്ങനെ നോക്കിയാലും നമുക്ക് BJPക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ശരിയാണ്, സീറ്റ് തമിഴ്നാട്ടിൽ ഈ ബോണ്ട് ഇറങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഉണ്ട്, ഇല്ലാതിരിക്കില്ല. കാരണം അവരുടെ ടാർഗറ്റ് ഏരിയ ആണല്ലോ. അറ്റ്ലീസ്റ്റ് കോൺഗ്രസ് മത്സരിച്ച സ്ഥലങ്ങളിലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുന്നുള്ള ഉറപ്പാണ്. അപ്പോ ഇതെങ്ങനെ നോക്കുകയാണെങ്കിലും ഈ BJP അത്ര വലിയ മുന്നണിയൊന്നും ആയിട്ടല്ല മത്സരിച്ചത്. പക്ഷെ എന്നിട്ട് പോലും ഒരു 10-15 സ്ഥലത്ത് ഒറ്റയ്ക്ക് മറ്റേ 2ാമതായിട്ട് വന്നു. ബാക്കി ചില സ്ഥലങ്ങളിൽ ആണെങ്കിലും അത്യാവശ്യം നല്ല തന്നെയാണ്. അതായത് 2, 3 തമ്മിൽ വലിയ വ്യത്യാസം പലപ്പോഴും ഉണ്ടാവാത്ത സംഭവങ്ങളായിരുന്നു. അപ്പൊ എല്ലാവരുടെയും നല്ലൊരു പെർഫോമൻസ്. അത് രസം എന്താ വെച്ചാല് ഇപ്പൊ മധുരയില് BJPക്ക് 2,20,000 മുകളിൽ വോട്ടുണ്ട്. പിന്നെ അതുമാതിരി ഒരു ഇതുണ്ടായിരുന്നു, ഒരു അസംബ്ലി ബൈപോൾ ബിലവങ്കോട് എന്ന് പറഞ്ഞ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ആ ബൈ ഇലക്ഷനിൽ BJP ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ 2ാം സ്ഥാനത്തായിരുന്നു, AIDMK അല്ല. അപ്പോൾ തികച്ചും എങ്ങനെ നോക്കിയാലും നല്ലൊരു പെർഫോമൻസ്. പക്ഷെ ഏറ്റവും സങ്കടകരം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ കഴിഞ്ഞ് വരും നാളുകളിൽ ഉടനെ തന്നെ ഈ തമിഴിസൈ സൗന്ദരരാജൻ ഒരു റിപ്പോർട്ടേഴ്സിനെ കണ്ടിട്ട് അവര് ഇരുന്ന് സംസാരിച്ചു റിപ്പോർട്ടേഴ്സുമായിട്ട്. അതിൽ അവര് ഈ AIDMK മുന്നണിയായിട്ട് നമ്മൾ കൂട്ടുകൂടാത്തത് വലിയ തെറ്റായിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ ജയിച്ചിട്ടുണ്ടാവും എന്ന് അവരൊരു പ്രസ്താവന ഇറക്കി. വരും നാളുകളിൽ അപ്പോഴേക്കും അവരുടെ സപ്പോർട്ടേഴ്സ് അത് ഭയങ്കരമായിട്ട് അണ്ണാമലയ്ക്കെതിരെ ഒരു ക്യാമ്പയിൻ മാതിരി നടത്തി. അണ്ണാമല ഇന്ന് വരെയും ഉത്തരം പറഞ്ഞിട്ടില്ലായിരുന്നു. അണ്ണാമലൈ സപ്പോർട്ടേഴ്സ് ചിലർ തിരിച്ചു പറഞ്ഞു. ആകെ ഒരു ബോറായ സംഭവം. അതായത് ഒരു ഇലക്ഷന് നല്ലൊരു പെർഫോമൻസ് എല്ലാവരും കൂടി ഇരുന്ന് വീണ്ടും ഇനി എന്ത് ചെയ്യാന്ന് ആലോചിക്കുന്നതിന് പകരം ഇങ്ങനെ, കാരണം ഇപ്പോൾ ഒരു 11 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 2ാമത് വന്നിട്ടുണ്ടെങ്കിൽ അത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആയി നോക്കുമ്പോൾ കുറെ കൂടുതലുണ്ടല്ലോ.
അപ്പൊ അങ്ങനെ നോക്കുന്നതിന് ഇവരുടെ സപ്പോർട്ടേഴ്സ് തമ്മിലുള്ള ഒരു ബഹളം. ഈ തമിഴിസൈ സൗന്ദരരാജൻ നേരിട്ട് റിപ്പോർട്ടേഴ്സിനെ കണ്ട് അണ്ണാമലൈ ഇങ്ങനെ ഈ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ള രീതിയിലുള്ള അവരുടെ ഇതും കൂടി. അപ്പൊ ഇതായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് അമിത്ഷായുടെ എന്താ പറയാ ആ ഒരു ഫയറിംഗ് ലൈനിൽ തമിഴിസൈ സൗന്ദരരാജൻ വരാനുള്ള കാരണം. ഇതാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത്. പിന്നെ ഏകദേശം അയമന്റെ അവസാനം ആയ മാതിരിയാണ്. അതെന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവര് ശരിക്കും നാടാർ സമുദായത്തിൽ നിന്നുള്ള ഒരു ലീഡറാണ്. കാമരാജിന്റെ ബന്ധുവാണ്. അങ്ങനെയൊക്കെയുള്ള അവർക്ക് ചില അവര് മുമ്പ് തമിഴ്നാട് BJP പ്രസിഡന്റായിട്ട് സ്റ്റാലിനായിട്ട് ഒരു ഇത്തിരിയൊക്കെ കൊമ്പ് കോർക്കാൻ ശ്രമിച്ചെങ്കിലും ഇതുപോലെ അണ്ണാമലയെ പോലെ ഒന്നും ഇഫക്റ്റ് ഇല്ല. അണ്ണാമലൈ വേറൊരു ലെവൽ തന്നെയാണ്. അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ ആക്കിയതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ആയിരിക്കാം. കാരണം വെച്ചാല് മറ്റേ BJPയുടെ ഒരു പോളിസി ആണല്ലോ, ഏതൊക്കെ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പിന്നെ നേരെ എങ്ങോട്ടെങ്കിലും നോർത്ത് ഈസ്റ്റിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ഗവർണറായിട്ട്. ഇവര് പിന്നെ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവര് തെലങ്കാനയും പോണ്ടിച്ചേരിയും ഒക്കെ ആയിട്ട് രണ്ടും കൂടി ചാർജ് കൊടുത്ത് ഒരു ഇതാണ്. മറ്റേ ഇയാളായിട്ട് KTR ആയിട്ട് നല്ല, അതായത് KT രാമറാവും പിന്നെ അതുപോലെ തന്നെ KCR ആയിട്ട് നല്ല അടി തന്നെയായിരുന്നു. നല്ല ഫൈറ്റ് ചെയ്തിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആ പേരൊക്കെ ഈ ഒരു മറ്റേ റിപ്പോർട്ടേഴ്സിന് മുമ്പിൽ നടത്തിയ പരാമർശത്തിൽ കൂടെയും പിന്നെ അതിനെ തുടർന്നുണ്ടായ ഈ രാഷ്ട്രീയ ചെളിവാരി എറിയലും എല്ലാം കൂടി ആയിട്ട് ആകെ സംഭവം ബോറായി. അപ്പൊ ഇതായിരുന്നു ഇന്ന് ഇവര് അമിത്ഷായുടെ ഈ എന്താ പറയാ വിദ്വേഷത്തിന് പാത്രമാകാൻ കാരണമായത്. മധുസൂദനൻ പറയും. അല്ല, ഈ പെൺബുദ്ധിയെ എപ്പോഴും ഒരു പിൻബുദ്ധി പറയലും അതിന്റെ കുഴപ്പമായിരിക്കും. പറയാൻ പാടാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വേണ്ടാത്ത സ്ഥലങ്ങൾ പാർട്ടി മീറ്റിങ്ങുകളിലോ കാര്യങ്ങളിലോ പറഞ്ഞിട്ട് അതിനെ പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഒക്കെ അതൊരു ആരോഗ്യപരമാണ്. ഇതല്ല, റോട്ടിൽ ഇറങ്ങിയിട്ടാ പറഞ്ഞത്. പ്രസ്ഥാനം അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്രൗഡ് പുള്ളിങ് ലീഡർ, നല്ല അടിപൊളി ലീഡറെയാണ് കിട്ടിയിരിക്കുന്നത് തമിഴ്നാടിന്. അണ്ണാമലൈ ഒരു കിങ്ങാണ്. അയാള് വലിയൊരു നിലയിൽ എത്തേണ്ട ആളാണ്. അയാളുമായിട്ട് ഒരാളെ അവിടെ ലീഡറായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണിത്. തമിഴ്നാടിന്റെ ഒരു ഭാഗ്യമായിട്ടാണ് അയാളെ കാണുന്നത്. തമിഴ്നാടിന്റെ അന്നത്തെ ഒരുപാട് ഈ എന്താ പറയണ്ട കൈക്കൂലി അങ്ങനെയുള്ള ഒരു ഇതാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ അഴിമതി ഭരണമാണല്ലോ. അപ്പൊ ഭരണം നല്ലതിന് മുമ്പ് കാലം മുതൽ അതൊരു പ്രക്രിയയാണ്. എല്ലാവർക്കും ാക്കേണ്ട ഒരു പരിപാടിയാണ് ഈ ആച്ചിയിൽ വരിക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ, അല്ലേ? രണ്ടാച്ചി വന്നാലും അതാണ്. ആര് വന്നാലും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, ഈശ വീർപ്പിക്കുക, സുഖമായി ജീവിക്കുക, അതിനെ ചോദിക്കാൻ താഴേക്കടയിലുള്ളവരാരും ഇല്ല. പിന്നെ വേറെ ഒരു കാര്യം ഉണ്ട് അവിടെ. ഈ താഴേക്കടയിലുള്ള നേതാക്കന്മാർക്കും പണം ഉണ്ടാക്കാനുള്ള അവസരം പാർട്ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രസ്ഥാനത്തിനോട് ഇത്ര സ്നേഹമായിട്ട് ആൾക്കാർ നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരിത്. സാധാരണ ലോക്കൽ ലീഡേഴ്സിന് വരെ ചില്ലറ ഉണ്ടാക്കാൻ വലിയ വകുപ്പ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. മീശയൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ റൗണ്ടൊക്കെ ആക്കിയിട്ട് ആ വെള്ള ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് ഇറക്കിയാൽ അത്യാവശ്യം പിന്നെ ജീവിച്ചു പോകാം. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതാണ് അവിടെ. ഈ അഴിമതിനൊക്കെ വിളിച്ചു പറയാൻ ധീരനായ ഒരാളാണ് ഈ അണ്ണാമലൈ. അങ്ങനെയല്ലേ ഒരു അണ്ണാമലൈനെ പാർട്ടി മെനക്കെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോ IPS ഒക്കെ രാജിവെച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് പ്രസിഡന്റ് ആക്കി അയാളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെയാണ് ഒരു പാര കൊടുക്കുന്നത്. എനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന സ്ത്രീയാണ് അത്. അതുകൊണ്ടാണ്. കാരണം ഞാൻ തന്നെ ഇരിക്കണം, അവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം, എല്ലാ സ്ഥലത്തും ഉണ്ടാവണം എന്നൊരു ആഗ്രഹം കൂട്ടത്തിൽ പെട്ടതാന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് എവിടെയും കിട്ടിയിട്ടില്ല. അപ്പൊ അയാളും ഇനി മുന്നോട്ട് പോകണ്ട എന്നുള്ള ഒരിതാണ്. പാർട്ടിയോട് പ്രേമമൊന്നുമില്ല, പാർട്ടിയോട് സ്നേഹമില്ല. പക്ഷെ അയാൾ അങ്ങനെയല്ല, അണ്ണാമലൈ അങ്ങനെയല്ല. അണ്ണാമലൈ എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് പാർട്ടിക്ക് വേണ്ടി അയാൾ അല്ലെങ്കിൽ ആ തമിഴ്നാടിന്റെ ഒരറ്റം മുതൽ മറ്റൊരു അറ്റം വരെ നടന്നു നീങ്ങില്ല. അയാള് രാമേശ്വരത്ത് വെച്ച് പിന്നെ അമിത്ഷാ കൊടി ഇതാക്കി കൊടുത്ത് ഇപ്പോഴെ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി വന്നു. അതും ജനക്കൂട്ടമായിരുന്നു, ഒരു ജനസാഗരം തന്നെയായിരുന്നു. അത്രയും ഒരു സാധനം അവിടെ മുതൽ ഇവിടെ വരെ നടക്കുമ്പോഴും വളരെ പാവപ്പെട്ട സാധാരണക്കാരെയും
എല്ലാരും ഹൃദയം തൊട്ടറിഞ്ഞുകൊണ്ടാണ് പുള്ളി നടന്നു പോയത്. വെറുതെ ഇങ്ങനെ കൈ കാണിച്ച് നടന്നു പോവുകയല്ല. ഓരോ ആൾക്കാർ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു വയസ്സായ ഒരാളൊക്കെ ഒരു ചെരുപ്പ് ഉണ്ടാക്കിയിട്ട് ഇയാൾക്ക് കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് അത് ഇയാൾ റോഡിന്റെ മേലെ ഇരുന്നിട്ട് ഇയാൾ ഷൂ അയച്ചിട്ട് ഇതൊക്കെ ഇട്ട് വളരെ അവരെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇയാൾക്ക് കടന്ന് ചെല്ലുകയാണ്. ഒരുപാട് ചെറുപ്പക്കാരായില്ല, ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ അവരൊക്കെ ചിലപ്പോൾ ഒരു ബേജാറായി പോയിട്ടുണ്ടാവും സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ. കാരണം പിന്നെ ആദ്യമായിട്ട് വരുന്നതായത് കൊണ്ട് കുറച്ചൊരു ബുദ്ധിപൂർവ്വം നിൽക്കുകയായിരിക്കും. കാരണം പെട്ടെന്ന് വരും, പെട്ടെന്ന് സീറ്റ് കിട്ടും എന്നുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് ഉണ്ടാകുക. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് നടക്കുക. ഇത് സീറ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഉണ്ടാവാൻ പോകുന്നതല്ല. മറ്റേ പ്രസ്ഥാനങ്ങളൊക്കെ അടിയുറച്ചിട്ട് അവിടെ കാലങ്ങളായി ഭരിച്ച് വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നൊരു പ്രസ്ഥാനമാണത്. അങ്ങനെ ഒരു പ്രസ്ഥാനം ഇല്ല. ജയലളിത ഉണ്ടാക്കി വെച്ച പ്രസ്ഥാനത്തിനെ എല്ലാം കൂടി കുളം തോണ്ടിച്ച് അതിനെ ഏകദേശം ഒരു വകുപ്പാക്കി. ഇനി മറ്റേ ആളത് അയാളെ മകൻ ആക്കിക്കോളുന്നാണ് തോന്നുന്നത്. സ്റ്റാലിന്റെ അങ്ങനെ ആവാനാണ് സാധ്യത. സ്റ്റാലിന്റെ മകൻ അതാക്കിക്കോളുന്നാ തോന്നുന്നത്. കാരണം സ്റ്റാലിനും പഴയ കളിക്കാരനാണെങ്കിലും ഇപ്പൊ വളരെ മെച്ചൂർഡാണ്. പിന്നെ ഒരു ലീഡറായിട്ട് തന്നെയാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അയാളെ മകൻ അത് ശരിയാക്കി കൊടുക്കും തോന്നുന്നു. എന്തെങ്കിലും ആകട്ടെ ഓരോ കാര്യം. അത് പക്ഷെ ഈ അണ്ണാമലയുടെ മുന്നിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പൊ അവർക്കില്ല. ഓൾ ഇന്ത്യ ഫെയിമാണ്. അതാണ് ഓൾ ഇന്ത്യ ഫെയിം. മുഴുവൻ ബിജെപിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തു, ഇന്ത്യയുടെ പല ഭാഗത്തും. അങ്ങനെ ഒരു ഭാഗ്യം മുഴുവൻ, പിന്നെ ഡൽഹി, ബോംബെ, അവിടെ എല്ലാം പിന്നെ ക്യാമ്പയിൻ ചെയ്തു. സാധാരണ തമിഴ്നാട്ടില് ആയാലും വന്നേ ഒരു നേതാവിന്റെ മാതിരിയല്ല ഇയാള് ഹൈലി എഡ്യൂക്കേറ്റഡ് ആളല്ലേ. ഒരു IPS കാരൻ, പിന്നെ IIT ഒരു IIT ഇതല്ലേ, IIM എന്നൊരു ഡിഗ്രി ഇതുണ്ട്, IIM ക്വാളിഫിക്കേഷൻ ഉണ്ട്. ലക്നോ IIM, കോയമ്പത്തൂരിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് മറ്റേ ബിടെക് എടുത്തിട്ടുള്ളത്. പിന്നെ IIM ഒരു മാനേജ്മെന്റ് ഡിഗ്രി ഉണ്ട്. മാനേജ്മെന്റ് ഡിഗ്രി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒരു IPS എഴുതി എടുത്തിട്ടുണ്ട്. ഒരു IPS ട്രെയിൻഡ് ലീഡറാണ്. സാധാരണ ആപ്പാ ലീഡറൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അയാളമായിരുത്ത ഒരാളെയൊക്കെ തമിഴ്നാട്ടിൽ ഇനിയുള്ള കാലങ്ങളിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അയാൾ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലൊന്നും നിൽക്കാം. പിന്നെ ഒരു സ്ട്രാറ്റജി എങ്ങനെയുണ്ട്, എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാൻ വേണ്ടി കൂടി അയാളെ നിർത്തിയതായിരിക്കാം. അല്ല, ശരിക്ക് വളരെ ധീരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഈ ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത്. കാരണം ഇപ്പോ ഒറീസയിൽ കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ മത്സരിച്ചുകൊണ്ട് പാർട്ടിയുടെ ശക്തി എവിടെയാണ് വീക്ക്നെസ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ഇപ്രാവശ്യം കണ്ടില്ല. ഇന്നിപ്പോ അവിടെ ഒരു മന്ത്രിസഭ ചാർജ് എടുത്തില്ലേ. അതിന് ധൈര്യം വേണം. ഈ ഒറ്റയ്ക്ക് പോയിട്ട് എന്റെ ശക്തി ഞാൻ മനസ്സിലാക്കി, എവിടെയാണ് എനിക്ക് കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അടുത്ത ഇലക്ഷനിൽ, അതായത് അസംബ്ലി ഇലക്ഷൻ 26 വരുന്നുണ്ട്, അതില് എന്താ പറയുക, മത്സരിക്കാനുള്ള ഒരു ക്ഷമ. അതായത് അണ്ണാമലയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അയാളുടെ പേഷ്യൻസ് ആണ്, അല്ലേ? വളരെ പക്വത വന്ന മനുഷ്യനാ. അയാള് ആ പോലീസിലൊക്കെ ഉണ്ടായ എടുത്തുചാട്ടമൊന്നുമില്ല, അല്ലേ? വളരെ സൗമ്യമായിട്ടാണ് ആരോടും നിൽക്കാനില്ല. ഒരു ഭയങ്കര കഴിവുണ്ടായിരുന്നു. അയാൾ വല്ലാത്തൊരു പിന്നെ മനുഷ്യൻ തന്നെയാ. ഇനി വളർന്നു വരുന്ന ഇന്ത്യന്റെ തോറ്റു കഴിഞ്ഞപ്പോ DMKയുടെ കനിമൊഴി അണ്ണാമലൈ രാജിവെക്കണം എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കി. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസിൽ അങ്ങേര് വളരെ ശാന്തനായിട്ട് പറഞ്ഞു, എന്റെ അച്ഛന്റെ പേര് കരുണാനിധി അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ജയിച്ചിട്ടുണ്ടാവും, വലിയ നേതാവായിട്ടുണ്ടാവും. എന്റെ അച്ഛന്റെ പേര് കുപ്പുസ്വാമി എന്നാണ്. അപ്പൊ കുപ്പുസ്വാമിയുടെ മകന് തമിഴ്നാട്ടില് പടവുകൾ കയറി വരാനേ പറ്റും. അതിന് കുറെ എതിർപ്പൊക്കെ നേരിടേണ്ടി വരും. അതും ഒട്ടും ഒരു വിദ്വേഷം കാണിക്കാതെ ശാന്തനായിട്ടാ പറഞ്ഞത്. പക്ഷെ കേട്ടിരിക്കുന്ന ആൾക്കാരെല്ലാരും, ആ സ്റ്റേജിൽ അവരെ കൂടെ ഇരിക്കുന്ന, ആ പ്രസ് കോൺഫറൻസിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാരും ചിരിച്ചു പോയി ശരിക്കും ഇയാൾ പറഞ്ഞ രീതി. ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടത്, നല്ല കേൾക്കാൻ ഒരു രസമുണ്ട് ആ ഒരു പറച്ചല്. കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഒരു ഗോഡ് ഫാദർ ഒന്നും ഇല്ലാതെ ഏത് ഫീൽഡിലാണെങ്കിലും, ഇപ്പൊ IPS-ലായാലും അദ്ദേഹം കർണാടകത്തിൽ പ്രശസ്ത അല്ലെ, സിംഗം എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഭയങ്കര ആക്റ്റീവ് പോലീസ് ഓഫീസർ അല്ലായിരുന്നു. ഒരു ദിവസം ഒരു പോലീസ് സ്റ്റേഷൻ പൂട്ടിയിട്ടില്ല.
എല്ലാരും ഒറ്റയടിക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത്. എല്ലാത്തിനും ഇറങ്ങി പോയിക്കോളാൻ പറഞ്ഞു. കൂട്ടി പോകുന്നു എല്ലാത്തിനും. എന്നിട്ട് രണ്ടാമത് എല്ലാരും പല സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പുതിയൊരു ഗ്രൂപ്പിനെ അവിടെ കൊണ്ടുപോയിട്ടിട്ടാണ് സ്റ്റേജ് തുറന്നത്. അങ്ങനത്തെ ധൈര്യമൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അയാൾ ഉണ്ടായിരുന്ന മംഗലാപുരം ഷിമോഗ അവിടെ എവിടെയാണല്ലോ അയാൾ ആദ്യം ഉണ്ടായിരുന്നത്. ആ ഉണ്ടായ സ്ഥലത്ത് പിന്നെ ഒരു റേപ്പ് കേസിൽ അയാൾ ഭയങ്കര അതിന്റെ അന്വേഷണം ഉദ്യോഗസ്ഥനായിരുന്നു അയാള്. റോഡ് മുഴുവൻ ഗരോ ചെയ്ത് റോഡൊക്കെ പൂട്ടി, ഒരു വാഹനവും പോവില്ല, ആൾക്കാർ മുഴുവൻ വളരെ വയലന്റ് ആയി നിൽക്കുന്ന സ്ഥലത്ത് അയാൾ പോയിട്ട് ആ കേസ് കൈകാര്യം ചെയ്യുന്നത് വളരെ കൂളായിട്ടാ. ആദ്യം പോയി പറഞ്ഞു എല്ലാവരോടും മാറില്ല എന്ന് പറഞ്ഞപ്പോ ഓരോരുത്തരും കൂടി പിടിക്കുക, എന്താണൊക്കെ വേണ്ടത്, ആരും എല്ലാത്തിനും പണി ഇവിടെ തീർക്കുന്ന പറഞ്ഞു. അയാൾ ധൈര്യമായിട്ട് അയാൾ ഇറങ്ങിയിട്ട് മുന്നോട്ട് പോകുക. അത് ചെറിയ ചെള്ളി ചെക്കനും കേട്ടോ. പക്ഷെ ഇറങ്ങി മുന്നോട്ട് എല്ലാരും എല്ലാം പോയില്ലേ, റോഡൊക്കെ ഓപ്പൺ ആക്കിയില്ലേ. പക്ഷെ അയാൾ പറഞ്ഞു അവരോട് വിതിൻ 24 hours ഞാൻ പിടിച്ച് ഞാൻ കൊണ്ടുവരുന്നതാണ്. അയാൾ പിടിച്ചു കൊണ്ടുവന്ന്. അയാൾ കൊണ്ടുവന്നതിന്റെ ശേഷമാണ് ഇത് വൈകുന്നേരങ്ങളിലാണ് അവിടെ കുട്ടികള് ഈ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിരുന്നത്, സ്കൂളിന്റെ ടൈം കഴിഞ്ഞിട്ട്. അങ്ങനെ വരുന്ന സമയത്താണ് ഒരു കുട്ടീനെ ഒരു കാട്ടിനകത്തേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്യുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഒരു കൊലപാതകമൊക്കെ നടന്നത്. അപ്പം അയാൾ അതിന്റെ ശേഷം എന്ത് ചെയ്തു, എല്ലാ സ്കൂളുകാരോട് സംസാരിച്ചിട്ട് വേറെ പിന്നെ അതിനൊക്കെ സ്പോൺസർമാരെ ആക്കിയിട്ട് എല്ലാ സ്കൂളിലും കൂടുതൽ കമ്പ്യൂട്ടറുകൾ എത്തിച്ച് ഈ സമയം ഈ വൈകുന്നേരം ലേറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നതിന് പകരം നേരത്തെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് കുട്ടികൾക്ക് വീട്ടിലെത്താനുള്ള ഒരു സൗകര്യം വരെ അയാൾ ഉണ്ടാക്കിയത്. അതൊക്കെ ഒരു കലക്ടർ ജോലിയാ, പോലീസ് ഓഫീസർ ജോലിയല്ല. പക്ഷെ അത് ഏറ്റെടുത്ത് ചെയ്തു. അപ്പൊ അന്ന് ഒരു അഡ്മിനിസ്ട്രേഷൻ ഇതിലേക്കില്ലേ ഒരു തലയൂടി അയാൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അയാൾ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ലീഡറാണ്. അയാൾ നാളെ ഇന്ത്യയിൽ തന്നെ വലിയൊരു നേതാവായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇന്ന് പിന്നെ ആന്ധ്രയിൽ പുള്ളിയെ കണ്ടിട്ടില്ല ഇല്ലേ, സ്റ്റേജിൽ അയാൾ അങ്ങനെ എവിടെയും അങ്ങനെ ആവശ്യമില്ലാത്തടത്ത് പോകുന്ന ഒരാളല്ലല്ലോ. അയാൾക്ക് ഏൽപ്പിച്ച ജോലി ചെയ്യാനുള്ള ഒരു ഇതിലാണല്ലോ. അപ്പൊ അയാളിപ്പോ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോ അയാൾക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാള് ഏതൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്തൊക്കെയായിരുന്നു, എത്ര ശതമാനം വോട്ട് കിട്ടി, എന്തുകൊണ്ട് അത് സീറ്റാക്കി മാറ്റാൻ പറ്റിയില്ല, പിന്നെ അതുമാതിരി ഏതൊക്കെ ചെറിയ ബൂത്തുകളിലാണ്, അതുവരെ പഠിച്ചിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു അക്കാഡമിക് ഒരു ബെൻഡും കൂടി ഉള്ള ഒരാളാണ്. സ്റ്റേജിൽ വളരെ രസകരമായ സ്റ്റേജ് ആയിരുന്നു. അത് മുഴുവൻ കണ്ടിരുന്നോ അത്? ഏതാ? പിന്നെ ഇല്ല, ഞാൻ മുഴുവൻ കണ്ടില്ല. നമ്മളെ നരേന്ദ്രമോദി ചന്ദ്രബാബു നായിഡുമായിട്ടുള്ള ഒരു കെമിസ്ട്രി സ്റ്റേജിന്റെ മേലെ വെച്ചിട്ട് അത് കണ്ടിരുന്നോ? ഓ, അത് കണ്ടു, ഞാൻ കണ്ടു. അത് ഭയങ്കര രസം. രണ്ടാളും കൂടി ഭയങ്കര ക്ലോസ് ആയാൽ പറ്റൂല, അങ്ങനെ പറഞ്ഞ വളരെ ഒരു ഫ്രണ്ട്ലി ടോക്കൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ ഭയങ്കര ബന്ധാണെന്ന് കാണിക്കുന്ന ആ ഒരു ടോക്കന്റെ ആയിരുന്നത്. കാണാൻ നല്ല രസം. അതിന്റെ ഇടയിൽ ആ കിരൺ, എന്താണ് സിനിമ നടന്റെ പേരെന്തായിരുന്നു? പവൻകുമാർ. അയാൾ മറ്റേ ഈ എന്താ പറയാ JJP ഇതിന്റെ നേതാവ്. എന്തായിരുന്നു അയാളുടെ പേര്? പവൻ കല്യാൺ. പവൻ കല്യാൺ. ഈ പവൻ കല്യാൺ അതിന്റെ ഇടയിൽ വന്നിട്ട് പിന്നെ മോദിന്റെ ചവിട്ടിൽ പറഞ്ഞു, എന്റെ ഏട്ടൻ ഇവിടെ ഉണ്ട്, ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന്. ചിരഞ്ജീവി. ചിരഞ്ജീവി. സ്റ്റേജിന്റെ താഴത്തായിരുന്നു. അപ്പൊ മോഡി അപ്പം തന്നെ കൂടെ നടന്നു പോയില്ലേ, സ്റ്റേജിൽ ഫുൾ സ്പീഡിൽ അങ്ങോട്ട് നടന്നു പോയിട്ട് ഇയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ മോഡി അയാളെക്കാട്ട് മുന്നിലെത്തി. എന്നിട്ട് ഓടിച്ചെന്ന് പിന്നെ ഇയാളെ കൂട്ടി വന്ന് രണ്ടാളെ കൈയൊക്കെ പൊന്തിച്ച് സ്റ്റേജിൽ. അങ്ങനെ ഭയങ്കര നല്ല ഒരു കെമിസ്ട്രി ആയിരുന്നു അവിടെ. അത് കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു. രജനീകാന്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇയാള് പഴയ പന്നീർസെൽവം, എന്താണ് പഴയ മുഖ്യമന്ത്രി തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രി പന്നീർസെൽവം ഉണ്ടായിരുന്നു. വെങ്കയ്യ നായിഡു ഉണ്ടായിരുന്നു. പഴയ വൈസ് പ്രസിഡന്റ്. അവിടെ വെച്ചിട്ടാണ് നമ്മളെ ഇവർക്ക് ചീത്ത കേട്ടതില്ലേ. അതായത് വെങ്കയ്യ നായിഡു അമിത്ഷായുടെ വലതു ഭാഗത്തിരിക്കുന്നു, JP നഡ്ഡ ഇടതു ഭാഗത്തിരിക്കുന്നു, പിന്നില് ചിരാഗ് പാസ്വാൻ, പിന്നെ ബാക്കി എല്ലാ നേതാക്കളും എല്ലാരെയും മുന്നിൽ വെച്ചിട്ട് ആണ് തിരിച്ചു വിളിച്ചിട്ടാണ് പറഞ്ഞത്. അതായത് അമിത്ഷായുടെ മുഖം ജ്വലിക്കായിരുന്നു. അത് ക്യാമറയിലൊന്നും പോകുന്നതിന് ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലല്ല.
പറയേണ്ടത് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു എന്നുള്ളത് ഇനിയിപ്പോ തമിഴ്നാട്ടിൽ ഒരുത്തനും ഒരു മറ്റേ ആളും അണ്ണാമലയ്ക്കെതിരെ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കും. കാരണം ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ മറ്റേ സിംഗത്തിന്റെയും സിംഗാണ് അവിടെ ഇരിക്കുന്നത്. അയാളെ മുന്നിലിട്ട് ചെന്ന് പെട്ടുള്ള അവസ്ഥ പൂട്ടിട്ട് പോയിക്കോളാൻ പറയും. എന്തായിരിക്കും? ഈ പരിപാടി നിർത്തിയിട്ട് പോയിക്കോന്ന് അറിയാം, വളരെ കൂളായിട്ട്. അതിനൊന്നും അയാൾക്ക് മടിയൊന്നുമില്ല, അത് വളരെ കൂളായിട്ട് പറയുന്നില്ല. അതൊക്കെ വളരെ ഉഷാർ തന്നെയാണ് ആ കാര്യത്തിൽ. ഏതായാലും പിന്നെ അണ്ണാമലയെ പോലെ ഒരാളെയൊക്കെ ഈ സ്ത്രീ ഇങ്ങനെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു മോശം തന്നെ ഇപ്പൊ. ഏതായാലും അതിന് തക്കതായ അതും ഒരേ പാർട്ടിയിലുള്ള ആള്, ഒരേ പാർട്ടിയിലുള്ള സീനിയർ ലീഡർ വേറെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ പറ്റിയിട്ട്. അതെ, അപ്പൊ തക്കതായ ഓപ്പണായിട്ട് ആ താക്കീത് അവിടുന്ന് കൊടുത്തത് വളരെ നന്നായി. അതെല്ലാവർക്കും ഒരു പാടാണ്. ഓപ്പൺ ആയിട്ട് തന്നെ കൊടുത്തത് വളരെ നന്നായി. കാരണം അല്ലെങ്കിൽ അത് കൊടുത്തു. അതില് വേറെ രസമുണ്ട്, അവരുടെ സപ്പോർട്ടിന് വന്നത് DMK ആണ്. DMK എന്നൊരു മറ്റേ അവരുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു സമുന്നത BJP നേതാവല്ലേ, ഒരു സ്ത്രീയല്ലേ, അവരെ അങ്ങനെ പറയാം. അമിത്ഷായുടെ നടപടി ഒട്ടും ശരിയായില്ല എന്നുള്ള രീതിയിൽ അവരതില് ഒരു കിട്ടിയ ഒരു മുതലെടുപ്പിന് ശ്രമമാണ്. എന്താ ചെയ്യ? ഏതായാലും ഈ ഇതൊക്കെ എന്ത് സംഭവിക്കുന്നില്ലെന്ന് നമുക്ക് കണ്ടറിയേണ്ട വേണം. ഇതൊക്കെ എന്ത് സംഭവിക്കുന്നില്ലത്. എന്തായാലും തമിഴ്നാട് അടുത്ത തെരഞ്ഞെടുപ്പിൽ, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് അണ്ണാമല ഇനി ഒരു മല കയറി ഇങ്ങനെ മുകളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. സംശയമില്ല. ഇപ്പൊ BJPയുടെ ഇപ്പൊ എല്ലാ സ്റ്റേറ്റ് യൂണിറ്റ് ഒക്കെ ഇപ്പൊ ഇതാക്കാൻ പോവല്ലേ, റീഷഫിൾ ചെയ്യാൻ പോവല്ലേ. അണ്ണാമലയ്ക്ക് വേണ്ട ടീമിനെ കൊടുക്കും. അണ്ണാമലയ്ക്ക് എതിരെ നിൽക്കുന്നവരോ എതിരെ നിൽക്കാൻ സാധ്യത ഉള്ളവരോ പാർട്ടിയിൽ എവിടെയും ഒരു സ്ഥാനവും അവർക്ക് കിട്ടില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആക്കുന്ന ഒരു റീഷഫിൾ ആയിരിക്കും വരുന്നത്. എല്ലാവരും വരുന്നുണ്ട്, കേരളത്തിലും ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വരുന്നുണ്ട്. ഇത്രയും കാലവും BJP തന്നെ തമിഴ്നാട്ടിലെ BJPക്കാരായാലും അതൊരു പിന്നെ DMK, അണ്ണാ DMK സ്വഭാവമുള്ള ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. കാരണം ഒരു കക്ഷി നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനമൊക്കെ ഇങ്ങനെ കൂർപ്പിച്ച് വെച്ച് വെള്ളം കെട്ടിട്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ ഞെളിഞ്ഞ് നടക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പോക്കറ്റ്. അത് ഈ അണ്ണാമല വന്നതോടുകൂടി അത് നടക്കാതായി. അതാണ് അണ്ണാമല വന്നതോട് കൂടിയിട്ട് ഈ സംഗതി പിന്നെ ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയി. അതുകൊണ്ടാണ് ആ സ്ത്രീ പൊട്ടിത്തെറിച്ചു പോയത്. അതിനെ രണ്ടാമത് എന്തിനിത് കൊണ്ടുപോയിട്ട് ഇവിടെ ഈ ഇലക്ഷൻ നിർത്തിയെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെ ഇലക്ഷൻ നിർത്തിയതിന്റെ പിന്നിൽ വേറെ ഒന്നുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ, 3 ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിച്ചു. അതായത് ചെന്നൈയില് എത്ര ശക്തി ഉണ്ട് എന്നുള്ള അസസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ട്രോങ് ലീഡേഴ്സിനെ നിർത്തി. അതിൽ ഇവര് 3 ലക്ഷത്തിന്റെ അടുത്ത് വോട്ട് പിടിച്ചു. പിന്നെ ഒരു വിനോദ് സെൽവം എന്ന് പറഞ്ഞ ആള് ദയാനിധിമാരനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് പോലും അയാളൊരു ഏകദേശം ഒരു 2.25 ലക്ഷത്തിന്റെ അടുത്ത് വോട്ട് പിടിച്ചു. അങ്ങനെ 2 സീറ്റില് ചെന്നൈയില് ശരിക്കും നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ പല അസംബ്ലി സെഗ്മെന്റ്സിലും മുമ്പിലാണ്. അപ്പൊ അതൊന്നും എല്ലാം ഒരു എന്താ പറയാ, നെഞ്ചു വിരിച്ചുള്ള ഒരു പരീക്ഷണമായിരുന്നു. അതായത് വരുന്നിടത്ത് വെച്ച് കാണാം നമ്മൾ എന്താണ് നമ്മള്. ഇപ്പൊ മറ്റൊരു നിങ്ങളോട് പറയണേ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 5% താഴെ വോട്ടുണ്ടായിരുന്ന ആൾക്കാർ ഒറ്റയ്ക്ക് പോയിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ അത് പ്രത്യേകിച്ച് ഇങ്ങനെ മധുര പോലത്തെ സ്ഥലത്ത്, കോയമ്പത്തൂർ പോലത്തെ സ്ഥലത്ത്, മറ്റേ ചെന്നൈ പോലത്തെ സ്ഥലത്ത് രണ്ടാമത് വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് BJP. അതുകൂടാതെ കന്യാകുമാരി, തിരുനെൽവേലി, BJP എല്ലാ ഭാഗത്തും ഉണ്ട്. അത് ആ ആൾക്കൂട്ടം തന്നെ അതിനൊരു തെളിവായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന ആൾക്കൂട്ടങ്ങളൊക്കെ ഒരു വലിയൊരു റവല്യൂഷൻ അവിടെ നടക്കാൻ പോവുകയാണ്. അല്ല, അന്ന് ഓർമ്മയില്ലേ തിരുപ്പൂരില് ഈ അണ്ണാമലയുടെ യാത്ര അവസാനിച്ചിട്ട് പ്രധാനമന്ത്രി അണ്ണാമലയുടെ പ്രസംഗം കഴിഞ്ഞ് വന്ന് ഇരുന്നപ്പോ ഒരു 4-5 പ്രാവശ്യം അങ്ങനെ പുറത്ത് വളരെ വാത്സല്യത്തോടു കൂടി തട്ടുകയായിരുന്നു എന്നുള്ള രീതി. അതൊക്കെ ഇന്ത്യയിൽ മുഴുവൻ പോയ ഇമേജ് അല്ലേ. പിന്നെ അയാൾക്കെതിരെ എത്ര കേസ് ഇവരെടുത്തു. DMK ഗവൺമെന്റ് എത്ര കേസ് എടുത്തു, കള്ളക്കേസുകൾ ഉണ്ടാക്കി അയാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, പലതും ശ്രമിച്ചു. ഇയാൾ ഒരു സ്ഥലത്തും കോംപ്രമൈസ് ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം ഇവർക്ക് പിന്നെയാണ് മനസ്സിലായത് ഇത് കളിക്കുന്നത് മറ്റേ പഴയ BJP നേതാക്കന്മാരോടല്ല, ഇത് പുതിയ തലമുറയാണ്. അതിൽ തന്നെ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരുത്തനോടാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത്. എല്ലാ ഡാറ്റകളും കയ്യിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സർവ്വ ഡാറ്റയും കളക്റ്റഡ് ആണ്. എല്ലാവരും ഓരോ കുത്തിത്തിരിപ്പും കാര്യങ്ങളും. അയാൾ പോലീസ് ഓഫീസറാണ്.
അയാൾ അല്ല, കൈമ്പ വേറെ രസം കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഇപ്പൊ അതിൽ പറഞ്ഞ പ്രേക്ഷകർക്ക് അത് രസം ഉണ്ടാവും. എന്താ അറിയോ, കഴിഞ്ഞ ബജറ്റ്, തമിഴ്നാട് ബജറ്റ് അവതരിപ്പിച്ചപ്പോ അതിനെ അണ്ണാമലൈ നിശിതമായിട്ട് വിമർശിച്ചു. അപ്പൊ ഈ കെ എൻ നെഹ്റു എന്ന് പറഞ്ഞ ഈ മറ്റേ പഴയകാല DMK നേതാവാണ്, മൂപ്പരാണ് ഇവിടുത്തെ ഒരു മന്ത്രിയാണ്. അയാൾ ഉടനെ പറഞ്ഞു, അയാൾ ഉടനെ ചോദിച്ചു, അണ്ണാമലയ്ക്ക് ബജറ്റിനെ പറ്റി എന്താ അറിയാം, അയാൾക്ക് എന്താ സംസാരിക്കുന്നത്. അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരവുണ്ടല്ലോ, ഞാൻ ബിടെക് ആണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് IIM എനിക്ക് ഫിനാൻഷ്യൽ ഇതിലൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, പിന്നെ അത് കൂടാതെ ഞാൻ മറ്റേ ഇന്ത്യൻ സിവിൽ സർവീസിൽ കയറിയാവും ആ ട്രെയിനിങ് കഴിഞ്ഞ എനിക്ക്. എന്നിട്ട് പിന്നെ അങ്ങനെ എന്താ പറയുക, എന്നിട്ട് അങ്ങനെ പറഞ്ഞു, എനിക്ക് എല്ലാം കൊണ്ടും ഈ ബഡ്ജറ്റ് വിലയിരുത്താൻ ഞാൻ ഫുള്ളി ക്വാളിഫൈഡ് ആണ്. പിന്നെ അങ്ങനെ വേറൊരു കാര്യം കൂടി ചെയ്തു, കയ്യിൽ 2-3 കടലാസ് ഉണ്ടായിരുന്നു. അതിൽ സ്റ്റാലിൻ മന്ത്രിസഭയിലെ DMK മന്ത്രിമാരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്ന് അദ്ദേഹം വായിച്ചു. 8ാം ക്ലാസ്, 7ാം ക്ലാസ്, 10ാം ക്ലാസ് ഫെയിൽ, പ്രീ ഡിഗ്രി ഒക്കെ പാസ്സായവരൊക്കെ വളരെ കുറവ്. അത് ശരിക്കും DMKക്ക് ശരിക്കും മുഖത്തടി കിട്ടിയ പോലെയായിരുന്നു. അത് മോശക്കാരനല്ല, അയാള് കൊടുക്കേണ്ടത് ശരിക്കും എന്താ പറയാ, പണി കൊടുക്കുന്നത് ശരിക്കും ഏൽക്കുന്ന മാതിരി കൊടുക്കുന്നത്. അയാള് പറയുന്ന ഓരോ ഉത്തരങ്ങളുണ്ടല്ലോ, കേൾക്കാൻ വളരെ രസം, വളരെ രസം. യൂട്യൂബിൽ തന്നെ എത്രയോ ഇന്റർവ്യൂ അയാളുടെ, അതെ അതെ, രസമല്ലേ, അതിനൊക്കെ എത്ര ലക്ഷക്കണക്കിന് വ്യൂ ആണ് അയാളുടെ ഇന്റർവ്യൂവിന്. ഞാനെല്ലാം ഫോളോ ചെയ്തെല്ലാം കാണാറുണ്ട്. കാരണം അത് കണ്ടാൽ നമുക്ക് കുറെ നമുക്ക് വിവരം ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് കാര്യങ്ങളുണ്ട്. വളരെ ഇതാണ്, വളരെ രസകരമായിട്ടുള്ള മറുപടികളാണ്. സുഹാസിനി ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു നിങ്ങളെ സിനിമ. അത് വളരെ രസമായിട്ട്, ഭയങ്കര രസമായിരുന്നു. കാറിൽ യാത്ര ചെയ്തുകൊണ്ട് രണ്ടാമത് പിന്നെ ഓരോ വീട്ടിലൊക്കെ പോയിരുന്ന് അങ്ങനെ സംസാരിച്ച് ആ സമയത്ത് ഇയാളെ എഡ്യൂക്കേഷൻ, ഇയാളെ ഫാമിലി, ഇയാളെ കാര്യങ്ങൾ, ഇയാളെ വിദ്യാഭ്യാസം, ഇയാള് IPS ഓഫീസറായി വന്നതിന് ശേഷം ഇവിടെ പിന്നെ കർണാടകയിൽ എങ്ങനെയായിരുന്നു, ആ പോലീസ് ഉദ്യോഗസ്ഥനായിക്കൊണ്ടിരുന്ന സമയത്തുള്ള ജീവിതം എങ്ങനെയാണ്, അങ്ങനെ ഓരോ സംഗതിനെ പറ്റി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും, അയാളെ പിന്നെ സ്പോർട്സ്, എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവൻ അയാളെ കൊണ്ട് ചോദിച്ചിട്ട് നല്ല കുറെ എപ്പിസോഡായിട്ട് അത് വന്നിരുന്നത്. ഞാനത് മുഴുവൻ കാണാറുണ്ടായിരുന്നു. അത് ഏതാ ഒരു ജി എന്നിട്ട് പറഞ്ഞത് ഒരു പിന്നെ ഒരു TV ആണ്, അവരാണത് ചെയ്തിരുന്നത്. യൂട്യൂബാണോ ഇനി തമിഴ്നാട്ടിൽ മാത്രമല്ല ഏതെങ്കിലും TV എന്ന് കാണാൻ എനിക്കറിയില്ല. ഏതായാലും അത് നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. നല്ലൊരു അയാൾക്കൊരു ബൂസ്റ്റിംഗ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പിന്നെ ടോക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചില സ്റ്റേജുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രസമുണ്ട്. അതില് ഒരു ഇതിൽ കേട്ടിരുന്നോ, ഒരു ചെറിയ പയ്യെ എങ്ങനെയാണ് IAS ഓഫീസർ. അതെ, അല്ല, IIT ചെന്നൈയിലെ 2 ചെറുപ്പക്കാര്, അതായത് എനിക്കത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസോ അല്ലായിരിക്കും, അവര് 2 പേരും, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും കൂടി ചേർന്നിട്ട് അണ്ണാമലൈ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. അതിൽ ഭയങ്കര വെച്ചാൽ അവരുടെ ആ ബ്രില്യൻസ് കാണിക്കുന്ന ചോദ്യങ്ങൾക്ക് അതേ ബ്രില്യൻസ് കാണിക്കുന്ന ഉത്തരങ്ങൾ. അല്ല, ഇത് അങ്ങനെയല്ല, ഭയങ്കര വൈറലായി. ചെറിയൊരു പയ്യെ 4ാം ക്ലാസ് 5ാം ക്ലാസ് ആയിട്ട് പഠിക്കുന്ന പയ്യെ, അവന്റെ അച്ഛന്റെ ആഗ്രഹമാണ് അവനൊരു പിന്നെ സിവിൽ സർവീസ് ഇതാവണമെന്നുള്ളത്. അപ്പൊ അതെങ്ങനെ ആവാൻ പറ്റും എന്നാണ് അങ്കിൾ എന്നിട്ട് മൈക്ക് എടുത്തിട്ട് ചോദിക്കുകയാണ്. എന്നിട്ട് പുള്ളി എന്ത് ചെയ്തറിയാം, സ്റ്റേജിലേക്ക് വാതാണ്. സ്റ്റേജിൽ വന്നിട്ട് നീ ഇപ്പൊ ഇതിനെല്ലാം പഠിക്കുന്നു, ഇത്ര ക്ലാസ് കഴിച്ച് ഇതൊക്കെ കഴിയുമ്പോ അതിനെ പറ്റിയിട്ട് പഠിച്ച് അറിഞ്ഞിട്ട് ഇതൊക്കെ ആവാം. ഏതായാലും നീ ഈ വയസ്സിൽ ഇത് ചോദിച്ചല്ലോ, അത് എങ്ങനെ ആവുന്നില്ലത്, അപ്പൊ നീ ഏതായാലും അത് ആയിക്കോളെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നല്ല രസകരമായിട്ടൊരു മറുപടിയൊക്കെ കൊടുത്ത് ഇതാക്കി. അങ്ങനെ അയാളെ ഇന്റർവ്യൂ ഒക്കെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും മനോഹരമായിരുന്നു. അയാൾ ഇനി അടുത്ത ഒരു തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് പ്രത്യാശിക്കാം. അയാളത് നല്ല സാധ്യത ഉണ്ട്. അവിടെ ഒരു BJP ഭരണം വരും എന്ന് ഉള്ള കാര്യത്തിൽ യാതൊരുമില്ല. അത് അടുത്ത കാലത്ത് ഉണ്ടാവാൻ പോകുന്നതാണ്. അപ്പൊ അതേതായാലും സംഭവിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ച് നമ്മളെ സമയം ഇങ്ങനെ അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. പിന്നെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇനിയും പ്രേക്ഷകരോട് പറയാനുള്ളത്, അതായത് നമ്മൾ എപ്പോഴും പറയാറുള്ള മാതിരി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി നമ്മളെ എൻകറേജ് ചെയ്യുക. പിന്നെ ഈ എപ്പിസോഡിന്റെ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു സംക്ഷിപ്ത ഒരു വിവരണം നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അത് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം.
ഞങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അതിന്റെ താഴത്ത് കമന്റിൽ എഴുതിയാൽ ഞങ്ങൾക്കും കുറച്ചുകൂടി ഇതിനൊക്കെ കുറച്ചും കൂടി നന്നാക്കാനും കൂടി സാധിക്കും. അതും കൂടി എല്ലാവരും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.